ഇറാൻ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും സംഘർഷഭരിതമായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ശുഭവാർത്ത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഞായറാഴ്ച ഡൽഹിയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് റൂബിയോ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു രൂപരേഖയുടെ കാര്യത്തിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമുള്ള കരാർ അന്തിമമാക്കാൻ അമേരിക്കയും ഇറാനും തയ്യാറെടുക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് റൂബിയോയുടെ ഈ പ്രതികരണം. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ഇറാനെ ആക്രമിച്ചതു മുതൽ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്ക് ഈ പുതിയ കരാറിലൂടെ വീണ്ടും തുറക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അറിയിച്ചിരുന്നു. എങ്കിലും കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. കരാറിന്റെ അന്തിമ വശങ്ങളും വിശദാംശങ്ങളും നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതുടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് ട്രംപ് കുറിച്ചത്. അതേസമയം ഇന്ത്യയും US-ഉം വെറും സഖ്യകക്ഷികളല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന തന്ത്രപരമായ പങ്കാളികളാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് പരാമർശം. തന്ത്രപരമായ ബന്ധങ്ങൾ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുവെന്നും റൂബിയോ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യക്കും US-നും നിരവധി പൊതു താൽപര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഡൽഹിയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും US-ഉം അടുത്ത് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി പറഞ്ഞു. പുതിയ US ഭരണകൂടത്തിലെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷമുള്ള റൂബിയോയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. അതേസമയം ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന 4 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ്. വെറും മീറ്റിംഗുകളും പ്രസ്താവനകളും മാത്രമല്ല, യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ക്വാഡ് ആഗ്രഹിക്കുന്നുവെന്നും റൂബിയോ പറഞ്ഞു. സമുദ്ര സുരക്ഷയും നിർണായക സാങ്കേതിക വിദ്യയുമാണ് ക്വാഡിന്റെ 2 വലിയ പ്രവർത്തന മേഖലകളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 4 രാജ്യങ്ങളിലെയും നേതാക്കൾ ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുമെന്നും യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് നാളെ ഇന്ത്യ സന്ദർശിക്കും. ഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും ഓസ്ട്രേലിയ ഇന്ത്യ വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ചയിലും പങ്കെടുക്കാനാണ് അവർ എത്തുന്നത്. ലോകം പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇൻഡോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പെന്നി വോങ് പറഞ്ഞു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം വെറുമൊരു സൗഹൃദത്തിനപ്പുറം വലിയൊരു കൂട്ടായ്മയായി മാറിയെന്നും പെന്നി വോങ്ങിന്റെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ പല മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധമാണ് ഈ സൗഹൃദത്തിന്റെ പ്രധാന കരുത്ത്. ലോകത്ത് പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ക്വാഡ് കൂട്ടായ്മയിലൂടെയും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിലൂടെയും മുന്നോട്ടു പോകുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മോട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരാണ് മെയ് 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.